100-ലേറെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ആണല്ലോ സംഗതി. ഇതിനെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ പുതിയൊരു ചിതലിന്റെ ഒരു സംഗതി പോലും വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു വലിയ ഒരു ആഗോള കുത്തക കോർപ്പറേറ്റിന് സാധിക്കുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താ, വളരെ സക്സസ്ഫുൾ ആയിട്ട് ചിതലിനെതിരെ, അതും ഓർഗാനിക്, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആദ്യം അതില്. പക്ഷെ നിങ്ങളായതുകൊണ്ടും അരണ്യായതുകൊണ്ടും എനിക്ക് വിശ്വസിച്ചേ പറ്റുള്ളായിരുന്നു. നമ്മുടെ നാട്ടിലെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പണ്ടേ പറയും. മലയാളികൾക്ക് ആയുർവേദത്തെ കുറിച്ച് വലിയ എന്താണ് അവഗാഹം ഇല്ല. അതിട്ട് വല്ലാതെ ചില കുറച്ച് പേരല്ല കേട്ടോ, ഭൂരിപക്ഷം പറയുന്നത്. അപ്പം വിദേശികൾ ഇതിനെ തിരിച്ചറിയുകയും അത് അവരിതിനെ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും സുഗമമായും സുന്ദരമായും അവർക്ക് വളരെ എളുപ്പത്തിലും എത്തിച്ചേർന്ന് അവരെ ട്രീറ്റ്മെന്റ് അനുഭവിച്ച് ആസ്വദിച്ച് പോകാനുള്ള ഒരു സങ്കേതം അതായിരിക്കും ഫ്യൂച്ചറിൽ നമ്മൾ വരുന്ന. കുടുംബം എങ്ങനെ സഹകരിച്ചു ഇതിനോടൊക്കെ? കുടുംബം ഈ ക്രൈസിസിലൊക്കെ പിന്നെ വല്ലാതെ സഹകരിച്ചുകൊണ്ടാണ് ഇത് പിടിച്ചു നിൽക്കാൻ പറ്റിയത്. കുടുംബത്തിന്റെ സപ്പോർട്ടില് സഹധർമ്മിണി വല്ലാതെ അവരൊക്കെ ലൈഫിൽ ഇതൊരു ലൈഫ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഇതിനു വേണ്ടിയിട്ട് അവര് ബിസിനസ്സിലൊന്നും താല്പര്യമില്ലാത്തൊരു കുറച്ച് എഴുത്തും വായനയൊക്കെ ആയിട്ട് പോകുന്ന അല്ല, ടീച്ചറല്ല, പക്ഷേ കുടുംബത്തിനാണ് വന്നത്. 3 പെൺമക്കളായിരുന്നു, 3 പെണ്ണ് ഒരാണ്. എൻ്റെ ഓർമ്മ ശരിയാണ്. അപ്പോ ആ ഒരു പിന്നെ സഹകരണം എല്ലാ ഭാഗത്തും, നാട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ വളരെ സപ്പോർട്ടാണ്. ഇപ്പം ഈ ക്രൈസിസ് സമയത്ത് എൻ്റെ അടുത്ത് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയോ ഒരു കമ്മിറ്റിയോ, ക്ഷേത്ര കമ്മിറ്റിയോ മാല കമ്മിറ്റിയോ എൻ്റെ അടുത്ത് പിരിവിന് വന്നിട്ടില്ല. അവര് നമ്മൾ നിലനിൽക്കണം എന്നുള്ള അവരൊരു ആഗ്രഹം കൊണ്ട് അവര് നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പിന്നെ ഒരു പാർട്ടിയിൽ നിന്നൊന്നുമില്ല, എല്ലാവരും അറിഞ്ഞുകൊണ്ട് ഉള്ള സമയത്ത് നമ്മൾ അങ്ങോട്ട് ചെയ്തിരുന്നു. ഇപ്പം പിന്നെ രണ്ടാമത് നമ്മൾ ലെവലായി. അപ്പോൾ ഇപ്പോൾ നമുക്ക് എന്താണ്, ഈ ഒരു സമയത്ത് നമ്മൾ കഴിഞ്ഞ ജനുവരിയൊക്കെ മുതൽ നമ്മൾ വിചാരിക്കാത്ത ആംഗിൾ നമുക്ക് സപ്പോർട്ട് വന്നിട്ട് നമ്മൾ പിന്നെ സെയിൽസിലൊക്കെ ആൾ വളരെ കുറവാണ്. പഴയ സിസ്റ്റങ്ങളൊന്നുമില്ല. ഒരു എല്ലാ ഡിസ്ട്രിക്റ്റിലും ഏരിയ ബേസിലൊക്കെ മാർക്കറ്റിംഗ് സ്റ്റാഫും GM ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, അവരൊക്കെ പോയി. പുതിയതാണ് വളരെ ചെലവ് ചുരുക്കിയിട്ട് നമ്മൾ തേടി വരുന്ന കസ്റ്റമറിൽ റെഡി ക്യാഷിൽ ഉള്ളൊരു സെയിൽസാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിലേക്ക് നമ്മൾ കഴിഞ്ഞ ജനുവരി മുതൽ നമ്മൾ വിചാരിച്ച ഒരു അച്ചീവ്മെന്റിലേക്ക് നമ്മൾ അടുക്കും ചിട്ടയിലും വളരെ കൃത്യമായ ഒരു സംഗതിയിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ ഞങ്ങൾ സ്റ്റാഫിൻ്റെ ടൂറൊക്കെ പോയി കഴിഞ്ഞ മാസം. അവർ അത് ആഘോഷിച്ചു. ഫാമിലി അപ്പോൾ നമ്മള് അരണ്യ ഫാമിലി എന്നാ പറയാ. അരണ്യ ഫാമിലി നമ്മളിന്ന് ഒരു 1 ഡേ ടൂറൊക്കെ പോയി. അപ്പോൾ എന്താണ്, ഒരുപാട് കാലത്തെ സ്ട്രെസ്സാണല്ലോ. അപ്പോൾ എല്ലാവരെയും സാലറി ഒക്കെ ഇപ്പം വളരെ റെഗുലറായി സിസ്റ്റമാറ്റിക് ആയിട്ട്. ഇപ്പം പ്രശ്നങ്ങളൊക്കെ പിന്നെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ നികത്തൽ എളുപ്പമല്ല. അത് വേറെ നിലക്ക് നമ്മൾ നികത്താനുള്ള ശ്രമം നടത്തും. പക്ഷെ ഇപ്പോഴുള്ള റണ്ണിങ് ഇപ്പൊ പിന്നെ എല്ലാ ബിസിനസ്സിനേക്കാളും ഇന്ന് വളരെ സ്മൂത്ത് ആയിട്ടുള്ള സംഗതിയിലേക്ക് പിന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മള് പിന്നെ യാത്രയുടെ ഒരു 200-ലേറെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് ഒരു ഹ്യൂജ് ആണല്ലോ സംഗതി. ഇതിനെ എങ്ങനെയാണ് ഇത് മാനേജ് ചെയ്യുന്നത്? ഇപ്പൊ പുതിയൊരു ചിതലിന്റെ ഒരു സംഗതി പോലും വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ഒരു വലിയ ഒരു ആഗോള കുത്തക കോർപ്പറേറ്റിന് സാധിക്കുന്ന ഒരു സംഗതിയായിട്ട് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം എന്താ, വളരെ സക്സസ്ഫുൾ ആയിട്ട് ചിതലിനെതിരെ, അതും ഓർഗാനിക്, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആദ്യം അതില്. പക്ഷെ നിങ്ങളായതുകൊണ്ടും അരണ്യായതുകൊണ്ടും എനിക്ക് വിശ്വസിച്ചേ പറ്റുള്ളായിരുന്നു. യഥാർത്ഥത്തിൽ ചിതലിൻ്റെ മരുന്നുണ്ട് എല്ലാം ഇങ്ങനെയാണ്. സോപ്പിന് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വന്നല്ലോ. അപ്പോൾ നമ്മൾക്ക് ഓരോ പ്രതിസന്ധിയും നമ്മളൊരു സാധ്യതയായിട്ട് നമ്മൾ എടുക്കുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ് ഈ ചിതലിൻ്റെ പറഞ്ഞാൽ നമ്മൾ എൻ്റെ വീട്ടിലൊരു ചിതലിൻ്റെ ശല്യം വന്നു. ഇങ്ങനെ പിന്നെ കിച്ചൻ്റെ ഡോറിൻ്റെ അടുത്ത് ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ ഞാൻ ഇതിലിങ്ങനെ അന്വേഷിച്ചപ്പോൾ നമ്മളിങ്ങനെ പല പ്രൊഡക്റ്റും നമ്മൾ എന്ത് കണ്ടാലും ഇങ്ങനെ ആലോചിക്കുമല്ലോ. അപ്പോൾ 1-2 ഫ്രണ്ട്സും മറ്റവരൊക്കെ ആയിട്ടുള്ള ഡിസ്കഷനിലും അതിൻ്റെ എക്സ്പേർട്ടൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ വളരെ നല്ലൊരു സാധ്യത അതിൽ കണ്ടു. അങ്ങനെ ഞാനത് ഡെവലപ്പ് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഉപയോഗിച്ചു. അത് പുറത്ത് ഏതെങ്കിലും സപ്പോർട്ട് ഉണ്ട്. അത് ഞാൻ എൻ്റെ സംഗതി അതിൻ്റെ സപ്പോർട്ടിൽ നമ്മളത് കണ്ടെത്തി. അപ്പോൾ കണ്ടെത്തിയിട്ട് അത് ഉപയോഗിച്ച് നോക്കുമ്പോൾ പിന്നെ അത് വന്നിട്ടില്ല. 6 മാസമാണ് നമ്മൾ വിചാരിച്ചത്, 6 മാസം കഴിഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ ഞാനത് പ്രൊഡക്റ്റായിട്ട് മെല്ലെ ഡെവലപ്പ് ചെയ്ത്
പിന്നെ അതിൻ്റെ ഗുണം എന്താന്ന് പറഞ്ഞാൽ ഒരു ഹാംഫുൾ അല്ല. തീരെ നമുക്കിനി പിന്നെ ഉള്ളിൽ പോയാൽ പോലും കുഴപ്പമില്ല, ഉള്ളിൽ കഴിക്കണ്ട, പക്ഷെ ഉള്ളിൽ പോയാൽ പോലും ഇൻഗ്രീഡിയൻസ് അങ്ങനത്തെ ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് ശരിക്കും ചെതലിൻ്റെ ഒരു ഇത് പറഞ്ഞാൽ നമ്മൾ പെറ്റിസൈഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ആ റൂമിൽ ഇരിക്കാൻ കഴിയില്ല, സ്മെല്ലുണ്ട്. പിന്നെ അത് നമ്മളെ ബാക്കിയുള്ള ജലത്തെ ബാധിക്കും. നമ്മൾ പിന്നെ ഇതിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്യുമ്പോൾ അത് കിണറിനെ ബാധിക്കും, ഇതിൽ ഉറവിനെ ബാധിച്ചിട്ട് ഉറവിൽ, അപ്പം അതിലൂടെ നമുക്ക് അസുഖങ്ങൾ വരിക ചെയ്യാം. അപ്പം എന്താണ് വീട്ടിൽ അസുഖം നോക്കി തിരഞ്ഞെടുന്നാൽ കാണൂല. ചിലപ്പോൾ ഇതൊക്കെ ചെയ്ത വീടുകളിലാണ് ചില ശ്വാസം മുട്ട് അങ്ങനത്തെ സംഗതികളൊക്കെ വരാനുള്ള സാധ്യതകൾ, സൈഡ് എഫക്റ്റ് വരും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു സംഗതി ചെതലിൻ്റെ ഒരു ജീവശാസ്ത്രം എന്ന് പറഞ്ഞാൽ ഇതിൽ ഭൂമിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ ഇത് വലിയൊരു സെറ്റപ്പാണ്. കോളനിയിലാണ് ചെതൽ വരുന്നത്. അതിൻ്റെ റാണിക്ക് ഫുഡ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് ഇങ്ങനെ ചെതൽ വരുന്നത്. നമ്മൾ കാണുന്ന വർക്കേഴ്സാണ് ഈ വരുന്നത്. ഈ വർക്കേഴ്സ് ഫുഡ് എടുത്തിട്ട് താഴെ കൊടുക്കുകയാണ് ഇവർ ചെയ്യുന്നത് അണ്ടർഗ്രൗണ്ടിലേക്ക്. അതിന് വരികയാണ് ഇവർ ഇങ്ങനെ മണ്ണിങ്ങനെ ആക്കിയിട്ട് വരുന്നില്ല. അപ്പോൾ ആ ഇതിൽ നമ്മൾ പെറ്റിസൈഡ് അവിടെ ഉപയോഗിച്ചാൽ അത് അവിടെ ചത്തു, അടുത്ത വർക്കേഴ്സ് വരും, പിന്നെയും ചെതൽ വരും. ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. അപ്പം ഞങ്ങളതിൽ എന്താണ് ഇത് മതിൽ ചെതൽ തട്ടാതെ അതിന്മേൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അത് ഫുഡായിട്ട് എടുത്തിട്ട് കോളനി കൊണ്ടു കൊടുക്കുക. അതായത് 24 hours കൊണ്ട് കോളനി മൊത്തം നശിച്ചു പോകും. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. ചെതല് മാത്രമേ നശിച്ചു. ഇത് ലിക്വിഡ് അല്ലേ? ലിക്വിഡാണ്. അത് ഫുഡായിട്ട് എടുത്തുള്ളൂ. അപ്പോൾ ഇതുമേലെ അടിച്ചു കഴിഞ്ഞാൽ അത് ഫുഡായിട്ട് എടുക്കും. ഫുഡായിട്ട് എടുത്തിട്ട് ഇവർ മണ്ണായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടു പോകണല്ലോ. ചെതല് തട്ടേണ്ട ആവശ്യമില്ല, തട്ടരുത്, തട്ടാതെ അടിക്കണം. അത് അവർ ഫുഡായിട്ട് എടുത്തു പോകണം. എന്നിട്ട് കോളനി കൊടുത്തിട്ട് കോളനി ഇല്ലാതാക്കണം. ആ കോളനി എന്ന് വെച്ചാൽ പിന്നെ പോയാൽ പിന്നെ അടുത്ത സ്ഥലത്തൊക്കെ ചിലപ്പോൾ കോളനി വന്നുകൂടായല്ല. ഇത് വലിയൊരു സെറ്റപ്പാണ് ഈ ചെതലിൻ്റെ ഇത്. അപ്പോൾ നമുക്കത് വീട്ടിനുള്ളിലുള്ളതാണ് നമ്മൾ പ്രയാസം. അതും ചെതലും ഒരാവശ്യമാണ്, പ്രകൃതിയിൽ ആവശ്യമുള്ള സാധനമാണ്. വീട്ടിൻ്റെ ഉള്ളിലാവുമ്പോൾ നമ്മളെ മരങ്ങൾ നമ്മളെ ഫർണിച്ചർ എല്ലായിടത്തും വരും. അതെ. അപ്പം പഴയ വീടൊക്കെ ആണെങ്കിലും പിന്നെ കൊല്ലൊക്കെ വരുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പം അത് വളരെ സക്സസും വളരെ കാലമായിട്ട് ഇറക്കിയത്. അതിപ്പോൾ ഒരു 1.5 കൊല്ലമായിട്ടുള്ളൂ. 1.5 കൊല്ലം നന്നായിട്ട് ഇപ്പോൾ നമ്മൾ ആമസോണിലത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ആയി വരികയാണ് ഇന്ത്യയിൽ മൊത്തത്തിൽ അത് വരുന്ന. അത് വളരെ ഇന്നോവേറ്റീവും നല്ല പ്രൊഡക്റ്റ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന വഴികൾ വെറും ആയുർവേദത്തിൽ മാത്രമല്ല, ആയുർവേദത്തിലാണെങ്കിൽ പോലും വ്യത്യസ്തമായിട്ട് നമ്മൾ പിന്നെ സാധ്യതകളുടെ മേഖലയിലേക്കൊക്കെ അതുപോലെ ഈ കീടങ്ങൾ ഉണ്ടല്ലോ, വളരുന്ന കീടങ്ങളെ നശിപ്പിക്കുന്ന കീടനാശിനി എന്ന് പറയുന്നത്, അതിൽ നമുക്ക് ഉറുമ്പിന്റെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഉറുമ്പൊക്കെ പിന്നെ എല്ലാവരും ചെയ്യുന്നതാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള സാധനം. പിന്നെ ഈ ചെതലിന്റെ സാധനം ചിലരൊക്കെ ഈ ചെടികളിലൊക്കെ വരുന്ന പ്രാണികളുണ്ടല്ലോ അതിനടിച്ചിട്ട് നല്ല പിന്നെ ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് ഇതിട്ടുണ്ട്. ഞാൻ പരീക്ഷയില്ല, ഗുണ്ട ഉപയോഗിച്ച ആളുകൾ പറയുന്നത് അത് തന്നെ. അതുപോലെ പ്ലൈവുഡ് ഒക്കെ കുത്തിപ്പോന്നില്ല, അതിനൊക്കെ അങ്ങനെ നമ്മൾ ഷോപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ട് അതിനും നല്ല എഫക്റ്റ് കിട്ടി. അത് ശരി. അപ്പം ഈ പ്രൊഡക്റ്റ് ലൈനിലുള്ള ഇന്നോവേഷൻസ് എന്നും തുടർന്നുകൊണ്ടാണ് 200 ചിലാണം അല്ലേ, 200 ആയുർവേദ പ്രൊഡക്റ്റ് ഉണ്ട്, 35ഓളം FMCG പ്രൊഡക്ട്സ് ഉണ്ട്, 4 ഫ്രാഗ്രൻസ് സോപ്പ് ഉണ്ട്. പിന്നെ ചുക്ക് കാപ്പി എന്ന് പറഞ്ഞാൽ നമ്മളെ ചുക്ക് കാപ്പി വളരെ പ്രത്യേകമായ ചുക്ക് കാപ്പി. അത് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. അത് വെള്ളത്തിൽ കലക്കി കഴിക്കാം, അത് നേരിട്ടും കഴിക്കാം. പല ചുക്ക് കാപ്പിയും പിന്നെ ഒന്നുകിൽ ഒരു ശർക്കര ആയിരിക്കും, അല്ലെങ്കിൽ ചുക്കിന്റെ അംശം ഉണ്ടാവില്ല. അത് ആ തരത്തിൽ ശരിക്കും അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർന്ന് മെഡിസിനിലാണ്. നമ്മൾ അത്രയും മെഡിസിനൊക്കെ ചേർത്തിട്ട് വരുന്നതായതുകൊണ്ട് ഭയങ്കര എഫക്റ്റാണ്. അപ്പോൾ അത് നമ്മൾ നമുക്ക് അങ്ങനെ ഓഫീസിലൊക്കെ ഇരുന്ന് ക്ഷീണം തോന്നുകയാണെങ്കിൽ വെള്ളം അല്ലെങ്കിൽ നമ്മൾ ഒരു പീസ് എടുത്ത് വായിലിട്ടാൽ മതി, പെട്ടെന്ന് ഹീറ്റായിട്ട് നമുക്ക് ആ ക്ഷീണം മാറി. ഭയങ്കര എഫക്റ്റാണ്. അത് നല്ല മാർക്കറ്റും നമുക്ക് അത് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിനുള്ളൊരു പ്രചാരണം എങ്ങനെയാണ് സാധിക്കുന്നത്? മൗത്ത് ടു മൗത്ത് മാത്രമാണോ? അല്ല, അതിൽ നമ്മൾ പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ക്രൈസിസ് വന്നൊരു സമയം, നമുക്ക് ഫൈനാൻഷ്യലി ക്രൈസിസ് വന്നു, പിന്നെ മാർക്കറ്റിങ്ങിൽ ക്രൈസിസ് വന്നു. ആ സമയത്ത് നമ്മൾ പുതിയൊരു മാർക്കറ്റിംഗ് രീതി നമ്മൾ ഡെവലപ്പ് ചെയ്ത് ഈ ഹോം ഷോപ്പി എന്ന് പറഞ്ഞിട്ട്. ഹോം ഷോപ്പ് അത് നിങ്ങളാണല്ലോ. അത് ഹോം ഷോപ്പി എന്ന് പറഞ്ഞിട്ട് വീട്ടിലൊരു കട എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ ആ വീട്ടിൽ നമ്മൾ FMCG പ്രൊഡക്ട്സ് വെച്ചുകൊണ്ടുള്ള ഒരു ഷെൽഫ് കൊടുക്കും. ആ ഷെൽഫ് കൊടുത്തിട്ട് അവരെ ഫാമിലീസ്, അവരെ പിന്നെ അയൽവാസികൾ, ഫ്രണ്ട് സർക്കിളിലെ ആളുകളൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു 200 ആളൊക്കെ ഉള്ള ഒരു ഗ്യാതറിങ് അവിടെ ഉണ്ടാവും. പഞ്ചായത്ത് പ്രസിഡന്റ് അതുപോലെ പ്രപ്പെട്ട ആളുകൾ വന്നിട്ട് അത് ഉദ്ഘാടനം ചെയ്യും. നമ്മളെ പ്രൊഡക്റ്റും കമ്പനിയൊക്കെ അവിടെ പരിചയപ്പെടുത്തും. അവിടെ വരുന്ന ആളുകളെ നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് അവരെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും.
ആ ഗ്രൂപ്പ് ഓരോ ഹോം ഷോപ്പിക്ക് ഓരോ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിലൂടെ നമ്മൾ വീക്ക്ലി വൺസ് നമ്മളെ ഡോക്ടർ ആയിട്ട് അവർക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഇത് കൊടുക്കും. അവർക്ക് എന്തെങ്കിലും മെഡിസിൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. ഇനി അല്ല വീട്ടുവളപ്പിൽ നിന്ന് പരിഹരിക്കാൻ പറ്റുന്ന സംഗതിയാണെങ്കിൽ അത് അവിടുന്ന് ചെയ്യാൻ വേണ്ടി പറയും. അത് എത്ര കാലമായി തുടങ്ങിയിട്ട്? അത് നമ്മൾ ഈ ഒരു നോട്ടിന് പറയുന്ന സമയമൊക്കെ വന്ന ഒരു 5-6 വർഷം. കോവിഡ് അല്ല, കോവിഡിന് മുന്നേ. കോവിഡിൽ ഇത് കുറച്ച് സ്റ്റക്കായിപ്പോയി. കോവിഡിൽ ഈ ഗാദറിംഗ് ഒന്നും നടന്നില്ല. ഒരു 2 കൊല്ലം അങ്ങനെ. അത് സക്സസ് അല്ലേ? വളരെ സക്സസ് ആണ്. എത്ര ഹോം ഷോപ്പുകൾ ഇപ്പൊ നടക്കുന്നുണ്ട്? ഇപ്പൊ 62ഓളം ഹോം ഷോപ്പ്. 1000 ഹോം ഷോപ്പ് നമ്മൾ കേരളത്തിലുടനീളമുണ്ടോ? കേരളത്തിലുടനീളം. ഇപ്പം കൊല്ലം ജില്ലയിലുണ്ട്. പിന്നെ അത് ഫാസ്റ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അതിൽ നമ്മൾ എന്താ പറഞ്ഞാല് നമ്മള് ഇതൊരു ടീം വർക്കാണ്. ഒരു ഹോം, ഒരു വീട്ടുകാരന് ഇതെങ്ങനെ ഒരു ആശയം തോന്നി, എനിക്ക് അത് എന്തൊക്കെയാണ് അവർ ചെയ്യേണ്ടത്? അവര് നമ്മളായിട്ടുള്ളൊരു ഒരു ഹോം ഷോപ്പിന്റെ ഒരു പിന്നെ മെമ്പർഷിപ്പ് ഫോം ഉണ്ട്. അത് ഫില്ലപ്പ് ചെയ്യുക, 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. അതോടുകൂടി അവർക്ക് അവിടെ പ്രോഗ്രാം സംഘടിപ്പിച്ച് നമ്മൾ അതൊരു പിന്നെ അവരൊരു ഗാദറിംഗ് എന്ന് പറഞ്ഞാൽ ഒരു അയൽക്കൂട്ട പോലെയാണ്. വ്യത്യസ്ത ആളുകൾ, വ്യത്യസ്ത ചിന്താഗതിയുള്ള ആളുകൾ, സോഷ്യലായിട്ടുള്ളൊരു സംഗതിയാണ്. അപ്പം അവരെ നമ്മൾ മാക്സിമം അവിടെ നമ്മൾ പിന്നെ ക്യാമ്പുകൾ നടത്താറുണ്ട്. മെഡിക്കൽ ക്യാമ്പുകൾ, അവയർനെസ് പ്രോഗ്രാമുകൾ ആ വീട്ടുമുറ്റത്ത് വെച്ച് നടത്തും. അതേമാതിരി അവിടെ നമുക്ക് പിന്നെ കൃഷി ചെയ്യാം, കൂട്ടുകൃഷികൾ ചെയ്യാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഔഷധ കൃഷികൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ബൈബേക്ക് അവിടെ കൊടുത്താൽ മതി. ഞങ്ങളെ ബൈബേക്ക് അവർക്കൊരു ഏണിംഗ് ആണ്. ഇപ്പോൾ തുളസി ഉണ്ടാക്കാം. നമ്മൾ ഇപ്പോൾ ഗ്രൂപ്പിൽ പറയും തുളസി വേണം, 100 കിലോ തുളസി വേണം എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലും പറഞ്ഞാൽ നമുക്ക് തുളസി കിട്ടും. അപ്പം ഇപ്പം നമുക്ക് ഉദാഹരണം പറയുകയാണെങ്കിൽ പാല് വേണം, ആട്ടിൻപാൽ വേണം. ആട്ടിൻപാൽ റെയറായി ചില സമയത്ത്. പിന്നെ അപ്പോൾ നമ്മൾ ഗ്രൂപ്പിൽ പറയും ആട്ടിൻപാൽ. ഇപ്പം നമ്മളെ ഒരു പ്രൊഡക്റ്റാണ് നീലഭൃങ്ങാതി വെളിച്ചെണ്ണ. നമ്മൾ വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രൊഡക്റ്റ്. എല്ലാവർക്കും നീലഭൃങ്ങാതി വെളിച്ചെണ്ണുണ്ടെങ്കിലും നമ്മൾ വളരെ റിസൾട്ട് ഉണ്ട്. 4 പാലിൽ ചേരുന്നുണ്ട്: ആട്ടിൻപാൽ, എരുമപ്പാൽ, പശുവും പാല്, തേങ്ങാപ്പാല്. അപ്പോൾ ഈ പാലൊക്കെ കൃത്യമായി ചേർക്കും. അപ്പോൾ ആട്ടിൻപാലും എരുമപ്പാലും കിട്ടണമെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് നമ്മൾ ഈ ഗ്രൂപ്പിൽ പറഞ്ഞാൽ ഗ്രൂപ്പിൽ നിന്ന് എത്തിക്കോളൂ. ശരിക്കും 62 എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 100 പേരെങ്കിലും ഉള്ള ഗ്രൂപ്പുകളായിരിക്കുമല്ലോ. 100 ആളെങ്കിലും മിനിമം. അപ്പൊ തന്നെ വലിയൊരു 6000 സംതിങ് ആളുകൾ. അത് അധികം ലേഡീസ് ആണ് അതിന്റെ പിന്നിലുള്ളത്. അവര് ഇതൊരു ഫാഷനായിട്ടോ ഒരു അതിനുള്ള പാഷൻ കൊണ്ട് ആളുകളെ സേവിക്കുക, ഒരു ഇത് കൊടുക്കാം, ആക്ടിവിറ്റി. പിന്നെ ഏണിംഗ് ആണ്, നല്ല ഏണിംഗ് ആണ്. അതിലൂടെ നല്ല എല്ലാം കൊടുക്കുന്നുണ്ട്. അത് അവര് പിന്നെ അതോടനുബന്ധിച്ച് ഇപ്പം പ്രസവാനന്തര ട്രീറ്റ്മെന്റിനുള്ള മെഡിസിൻസ്, അതിന്റെ എൻക്വയറീസ് ഒക്കെ വന്ന് അതൊക്കെ കൊടുക്കും. പിന്നെ അവർക്കും വീട്ടിലിരുന്നു കൊണ്ട് ഡോക്ടറേറ്റ് കൺസൾട്ട് ചെയ്യാനുള്ള സംഗതികൾ. പിന്നെ ഇടയ്ക്ക് നമ്മൾ മെഡിക്കൽ ക്യാമ്പുകൾ അവിടെ വീട്ടുമുറ്റത്ത് നമ്മൾ സംഘടിപ്പിക്കുന്ന സംഗതിയൊക്കെ ആയിട്ട് വളരെ അതെ. അത് നമ്മളൊരു വല്ലാത്തൊരു സമയത്ത് നമ്മൾ ജീവിപ്പിച്ച് നിർത്തിയത് ആ ഒരു ആശയം, ആ വർക്കാണ്. അപ്പൊ അത് നമുക്ക് ഒരു 0 ഇൻവെസ്റ്റ്മെന്റിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് കൂടി അതില് നൂതനം. ആരുടെ ആശയമായിരുന്നു അത്? പിന്നെ നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്താണ്. നമ്മൾ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് ഇൻഹൗസ് വന്നാണ്. അത് യഥാർത്ഥത്തിൽ വന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സോപ്പ് മാനുഫാക്ചറിങ്ങിൽ വല്ലാതെ മാനുഫാക്ചറിങ് കൂടിയപ്പം സോപ്പിന്റെ വേസ്റ്റ് കൂടി. സോപ്പ് വേസ്റ്റ് പിന്നെ ഇപ്പം അത് കൺട്രോൾ ചെയ്തു. സോപ്പ് വേസ്റ്റ് കൺട്രോൾ ചെയ്തു. അപ്പോൾ വേസ്റ്റ് ഒരുപാട് വന്നപ്പോൾ ഇത് റീയൂസ് ചെയ്യുന്നില്ല നമ്മൾ. റീയൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ക്വാളിറ്റിനെ ബാധിക്കുമ്പോൾ നമ്മൾ റീയൂസ് ചെയ്യണം. അപ്പോൾ ഈ വേസ്റ്റ് കൊടുത്ത് ഒഴിവാക്കണമല്ലോ. അപ്പോൾ അതിനെന്ത് ചെയ്യും എന്നുള്ള ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ വൈഫ് ഹൗസിൽ ഇത് കൊണ്ട് കൊടുത്തു. എന്നിട്ട് അവിടുന്ന് കിലോ പാക്കറ്റൊക്കെ ആക്കിയിട്ട് അവർ കൊടുക്കാൻ തുടങ്ങി. കുറെ ആൾ പൈസ കൊടുത്തിനും പൈസ കൊടുക്കാണ്. അത് ഉപയോഗിക്കാൻ പറ്റും. നല്ല സാധനം. നമ്മളെ ബാത്തിങ് സോപ്പ് നല്ല സാധനം. പക്ഷേ സൈഡ് കട്ടായി പോയത്, പീസ് അങ്ങനത്തെ. അപ്പം അതിങ്ങനെ ചെയ്തപ്പോൾ അതൊരു സാധ്യത അതിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പരസ്യം കൊടുത്തു. അങ്ങനെയുള്ള ആളാണ്. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് എനിക്കൊരു ഇന്ന് നമ്മൾ വലിയൊരു ഹോം ഷോപ്പി ഓണറാണ്, ഒരു ലേഡി ബന്ധപ്പെട്ടു. അവരത് വളരെ നന്നായിട്ട് ചെയ്തു. പക്ഷെ ഇന്ന് ആ സോപ്പിന്റെ വേസ്റ്റ് നമ്മൾ കൺട്രോൾ. അത് സോപ്പ് വേസ്റ്റ് കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടമായിരുന്നു. കോസ്റ്റിനേക്കാൾ കുറച്ചിട്ടാണ് നമ്മൾ കൊടുത്തത്. സെയിം സോപ്പാണ്. അപ്പോൾ അങ്ങനെ അത് വിൽപ്പന നടത്താൻ വേണ്ടി വീട്ടിൽ നിന്ന് വിൽപ്പന നടത്തുന്ന ഒരു സംഗതി വന്നപ്പോൾ അതിലൂടെ നമ്മൾ ഒരു ഈ കൺസെപ്റ്റ് വന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. കുറ്റ്യാടിയുള്ള നമ്മളെ കവി
കെട്ടി സൂപ്പി മാഷാണ് ഫസ്റ്റില് ഈ ഹോം ഷോപ്പിൽ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ പത്നിക്ക് ഒരു സ്നേഹ സമ്മാനമായിട്ട് ഒരു ഹോം ഷോപ്പി ആൾ കൊടുക്കുകയാണ്. ഇപ്പം സൂപ്പി മാഷാണ് അത് ആദ്യമായിട്ട് നമുക്ക് അതിനുള്ളൊരു ചാൻസ് തന്ന് അവിടെ വളരെ വിജയകരമായി ഇന്നും നടക്കുന്ന വർഷങ്ങളായിട്ട് ഇന്നും അത് വളരെ ഭംഗിയായിട്ട് നടന്നു പോകുന്ന ഒരു സ്ഥാപനം. അവർക്ക് നല്ല പ്രോഫിറ്റബിൾ ആണ്. അവിടെ നല്ലൊരു സേവനാണ്, നല്ല കോണ്ടാക്ട്സ് ആണ്, ആളുകൾക്ക് വരാനൊരു ആക്സസ് ആണ്, വീട്ടിലേക്ക് വരാൻ. ഈ മതിൽക്കെട്ടിന്റെ ഉള്ളിലാണല്ലോ വീടൊക്കെ ഉള്ളത്. അപ്പൊ അതിൻ്റെ ഉള്ളിലേക്ക് തുറന്നിട്ട് ഒരു ഓപ്പണിംഗ് ആണ്. അപ്പൊ ഒരു എന്തെങ്കിലും ഒരു കാരണമാണ് ആളുകൾക്ക്. എനിക്ക് വളരെ മനോഹരമായി തോന്നിയത്. ഇപ്പൊ ആളുകൾക്ക് എന്തെങ്കിലും കാരണമാണ് വീട്ടിലേക്ക് കയറി വരാൻ. അപ്പോൾ തലവേദനയ്ക്ക് ഒരു മരുന്നുണ്ടോ എന്ന് രാത്രി ചോദിച്ചാൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വരാമല്ലോ മുമ്പ്. അപ്പൊ അന്നേരം അവർക്ക് കൊടുത്തിട്ട് ഭയങ്കര റിസൾട്ട് വന്നിട്ടൊക്കെയാണ്, ഭയങ്കരമായ അനുഭവങ്ങൾ അവർക്കൊക്കെ ഉണ്ട്. ഇങ്ങനെ ഈ ആ സമയത്തൊക്കെ ആണല്ലോ ഒരു വയറുവേദന വന്നാൽ ഒരു വില്യാതി ഗുളിക കൊടുത്താൽ വയറുവേദനക്ക് ശമനം കിട്ടുകയാണെങ്കിൽ അങ്ങനെ വലിയ സേവനാണ്. അപ്പം അടുത്ത വീട്ടിൽ നിന്നുള്ള ആളുകൾക്ക് വേഗം വരാലോ. അപ്പൊ ഒരു ആക്സസ് ആണ്. മാത്രമല്ല നിങ്ങളെ കേന്ദ്ര വലിയ ഡോക്ടറുമായിട്ട് ഉള്ള ഒരു ലിങ്ക് ഹോട്ട്ലൈൻ അവിടെ കിടക്കുന്നുണ്ട്. എന്തുണ്ടെങ്കിലും അവർക്ക് വിളിച്ച് ചോദിക്കാനും പറയാനും പറ്റുകയും ചെയ്യും. അപ്പോൾ അവരൊക്കെ ടീം വർക്കായിട്ട് അത് നമ്മൾ വലിയൊരു ഇന്നോവേഷൻ ആണ്. അതെ, അതിൽ ഇപ്പം പുതിയ മേഖലയിൽ പിന്നെ നമ്മൾ ഓൺലൈൻ മാർക്കറ്റിങ്ങിലും മറ്റു മാർക്കറ്റിലും നമ്മൾ സജീവമായി വരികയാണ്. അപ്പം ഇത്രയും ക്വാളിറ്റി പ്രൊഡക്റ്റും ഒക്കെ ആയിട്ട് വന്നിട്ട് ഇനി എങ്ങനെയാണ് ഇതിന്റെ ഫ്യൂച്ചർ എക്സ്പാൻഷനും ഒരു മുന്നേറ്റവും സാധിക്കുക? ഇത്രയും നന്മകളും ഇത്രയും ക്വാളിറ്റിയും ഇത്ര അതിസാഹസികതയിൽ കൂടെ 33 വർഷം തന്നെ 3 പതിറ്റാണ്ടിലേറെയായി നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇതില് എന്താക്കിയത്, ഈ ഇൻവെസ്റ്റ് ചെയ്തത്. മറ്റു പലരും ഹോമിക്കുക എന്നാ പറയാ, അത് നമ്മൾക്ക് പാടില്ലാത്ത സാധനമാണ്. അത് ഇൻവെസ്റ്റ് ചെയ്താണ് സമൂഹത്തിന് വേണ്ടി. അപ്പൊ ഇതിനെ എങ്ങനെ ഈ നന്മയെ ഇനിയും വളരെ പ്രചാരത്തോടുകൂടി നാട്ടിലേക്ക് വ്യാപിപ്പിക്കണല്ലോ. അപ്പൊ അതിനെന്ത് പ്ലാനാണ്? അത് കുറച്ചുകൂടി നല്ലൊരു സെറ്റപ്പിലേക്ക് നമ്മൾ കൃത്യമായൊരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു വില്ലേജ് എന്നുള്ളൊരു കൺസെപ്റ്റും സംഗതി നമ്മളെത്തുന്നുണ്ട്. ഇതെല്ലാം ഒരു കിടക്കയിലേക്ക് കൊണ്ടുവന്നിട്ട് അവിടെ ട്രീറ്റ്മെന്റ് സൈഡ് അടക്കം നമ്മളെ ഫാമിംഗ് അടക്കം എല്ലാ സംഗതികളും വരുന്ന ഒരു വലിയൊരു പ്രൊജക്റ്റ് നമ്മളെ കയ്യിലുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സമയം അതിന് പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ ആ പ്രൊജക്റ്റിലേക്ക് പോകാത്തത്. എന്നാലും അതിന്റെ സമീപ ഭാവിയിൽ അത് പിന്നെ ഒരു ടീം വർക്കിൽ അത്, അതായത് കിടത്തി ചികിത്സയും എല്ലാ സംഗതിയും പിന്നെ ഈ നമ്മളെ പ്രൊഡക്ഷൻ സൈഡ് വരെ വരുന്ന സംഗതികൾ നമ്മളെ ടൂറിസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അവർക്ക് കാണാൻ പറ്റുന്ന രീതിയിലേക്ക് ആ പ്രൊഡക്ഷനെ മാറ്റിക്കൊണ്ട് അതും ഒരു എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് പഠനവിധേയമാക്കാൻ പറ്റുന്ന പുതിയ തലമുറ കുട്ടികൾക്കൊക്കെ ഈ ഡോക്ടർമാർക്കൊക്കെ അത് ഒരു എന്താണ് ആയുർവേദം എന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സംവിധാനം നമ്മൾ ഭാവിയിൽ ഉണ്ടാക്കും. അതിന് കഷായമില്ലാത്ത ചികിത്സ എന്നൊക്കെ പറയുന്ന രീതിയിൽ പല പരസ്യങ്ങളുണ്ടല്ലോ. അത് എങ്ങനെയാണ് അത് ഈ ഒരു കാലഘട്ടത്തെയും പിന്നെ പരിഗണിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്? ചിലപ്പം കഷായ ഗുളികകളായിട്ട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ അതിൻ്റെ ദോഷങ്ങളെ കുറിച്ചോ അതിൻ്റെ പിന്നെ സൈഡ് എഫക്റ്റിനെ കുറിച്ചോ ഒന്നും നമ്മൾ പറയുന്നില്ല. നമ്മൾ വളരെ കൃഷിവൈദ്യന്മാരുണ്ടാക്കി വെച്ച ഒരു സംഗതി ഉണ്ട്. അതിൽ നിന്നുകൊണ്ട് അത് ഇതൊരു വേദമാണ്, അതിന്റെ പരിശുദ്ധി, പവിത്രത, അത് ദൈവികമായിട്ടല്ലേ വിചാരിക്കുന്നത്? അതെ, അത് നമ്മൾ എന്താ പറഞ്ഞാല് നമ്മള് ഒരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ പറയൂ, ഇപ്പോൾ ആളുകൾക്കൊക്കെ അത്ര കുറവാണ്. അന്നൊക്കെ ഉണ്ടായിരുന്ന പ്രൊഡക്ഷനിലൊക്കെ ഉണ്ടായിരുന്ന ആളുകൾ ഈ ഇളക്കുന്ന സമയത്ത് തന്നെ അവരൊരു പ്രാർത്ഥന അതിലുണ്ടാവും. മിഷനിലിട്ട മിഷൻ പ്രാർത്ഥിക്കില്ല, മനസ്സിന്റെ ഒരു പ്രാർത്ഥനയൊക്കെ അതിലുണ്ടാവും. അപ്പൊ അതിലാണ് പോസിറ്റീവ് എനർജി. അതെ, പോസിറ്റീവ് എനർജി അതിലാണ് പാകാവുന്നത്. ആ പാകാവുന്നത് നിങ്ങൾ കഴിച്ചാൽ അത് ഗുണം ഉണ്ടാവും. ആ നിലക്കുള്ള ഒരു എഫക്റ്റ്, ഒരു എന്താ പറയാ, ഒരു പ്രാപഞ്ചിക അഭൗതികവും അല്ലേ ആയിട്ടുള്ള ഒരു ദൈവികമായ അതിലുണ്ട്. അതെ. അപ്പൊ അത് നമ്മൾ ആ നിലക്ക് തന്നെ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ഒരു ലാർജ് സ്കെയിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ബൾക്ക് പ്രൊഡക്ഷനിലേക്ക് അത് പോകില്ല. അത് മെക്കനൈസ് ചെയ്ത് അങ്ങനെ കൊണ്ടുപോകുന്നത് താല്പര്യമല്ല. അതിന്റെ സാധ്യതകളൊക്കെ നമ്മളെ ഭാഗത്തുന്നുണ്ട്. നമുക്ക് അത്ര എൻക്വയറീസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് വരുന്ന എൻക്വയറീസ് ഒക്കെ വലിയ എൻക്വയറീസ് ആണ്. അപ്പൊ അതൊക്കെ നമ്മളെ കപ്പാസിറ്റി നിന്നുകൊണ്ട് റെഡി ക്യാഷിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ 24 വയസ്സ് തുടങ്ങിയ ഒരു വലിയ പ്രൊജക്ട് ബുദ്ധിമുട്ടിലാവാൻ കാരണം ഈ ക്രെഡിറ്റ് ആയിരുന്നു. അതുകൊണ്ട് മനസ്സിലാക്കി, ക്രെഡിറ്റ് ആണ് ഇന്നത്തെ ബിസിനസിന്റെ എല്ലാവരെയും ഭയങ്കര വിനാശാണത്. ക്രെഡിറ്റ് വിനാശാണ്.
ക്രെഡിറ്റിൽ നമുക്ക് ഇങ്ങനെ പേപ്പറിൽ കാണാന്നേ ഉള്ളൂ. അതെ, എല്ലാ ക്രെഡിറ്റും ലോണുകളും നമുക്ക് നമ്മളെ ചെന്നെത്തിക്കുന്നത് വലിയ ഗുണത്തിലല്ലല്ലോ, വലിയ ഗർത്തങ്ങളാണ്. വലിയ ഒരു ചതിക്കുഴി അതിലുണ്ടോ എന്ന് തന്നെ നമ്മള് അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ ഈ 33 വർഷം കൊണ്ട് നമ്മൾ മിസ്റ്റേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ പഠിച്ചു വന്നത്. ഒരു കോളേജിൽ പോയി പഠിച്ചാൽ എന്തായിരുന്നാലും വലിയൊരു പാരമ്പര്യം ബാക്കി വെച്ച് നമ്മളത് അടുത്ത തലമുറയെ ഏൽപ്പിക്കാന്ന് പറയുന്ന വലിയൊരു ഇനി അടുത്ത ഒരു വലിയ പ്രൊജക്ട് തീർച്ചയായിട്ടും. പിന്നെ ഈ ചികിത്സ ഇപ്പം നടക്കുന്നുണ്ടോ? ചികിത്സ ഉണ്ട്. ചികിത്സ എല്ലാ രീതിയിലുള്ള ചികിത്സകളും നമ്മൾ പിന്നെ AC നോൺ AC റൂംസ് ഒക്കെ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സൈഡും നല്ല വൈദ്യന്മാർ, ഒരുപാട് വർഷമായിട്ട് ട്രീറ്റ്മെന്റ് സൈഡിലുള്ള വൈദ്യർ, ഡോക്ടേഴ്സ്, പ്രഗത്ഭരായ ഡോക്ടേഴ്സൊക്കെ നമ്മളെ കൂടെ ഉണ്ട്. ഇതിനെ തിരിച്ചറിഞ്ഞവര് സത്യത്തിൽ പറയും, നമ്മുടെ നാട്ടിൽ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് നമ്മൾ പണ്ടേ പറയും. മലയാളികൾക്ക് ആയുർവേദത്തെക്കുറിച്ച് വലിയ അവഗാഹമില്ല, അതിട്ട് വല്ലാതെ കുറച്ച് പേരല്ല കേട്ടോ, ഭൂരിപക്ഷം പറയുന്നത്. അപ്പം വിദേശികൾ ഇതിനെ തിരിച്ചറിയുകയും അവരിതിനെ ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും സുഗമമായും സുന്ദരമായും അവർക്ക് വളരെ എളുപ്പത്തിലും എത്തിച്ചേർന്ന് അവരെ ട്രീറ്റ്മെന്റ് അനുഭവിച്ച് ആസ്വദിച്ച് പോകാനുള്ള ഒരു സങ്കേതം അതായിരിക്കും ഫ്യൂച്ചറിൽ നമ്മൾ വരുന്നത്. അവർക്ക് നമ്മൾ മെഡിസിൻ മാനുഫാക്ചറിങ് അറിഞ്ഞുകൊണ്ട് തന്നെ അത് ഉപയോഗിക്കുക എന്നുള്ള, എന്നാൽ ഒരു ചൂഷണത്തിന് വിധേയമാവാതെ നല്ല ട്രീറ്റ്മെന്റ്. അതെ, ചൂഷണമാണ് ഇതിലൊക്കെ. ട്രീറ്റ്മെന്റ് സൈഡിലായാലും മെഡിസിൻ സൈഡിലായാലും ഒക്കെ ആളുകൾ വളരെ ചൂഷണത്തിന് വിധേയമാവുന്നുണ്ട്. അതിന്റെ ക്വാളിറ്റി ബേസ് ഒക്കെ അത് ഇൻഗ്രീഡിയൻറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബൾക്കിലേക്ക് പോകാതിരിക്കാണ്ട് ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാട് എന്താ പറഞ്ഞാൽ, ഒരു മെഡിസിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ആയുർവേദത്തിൽ പറഞ്ഞാൽ 60 100 ഇൻഗ്രീഡിയൻസ് വരുന്നുണ്ടാവും. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് വരുമ്പോൾ ഒരു വലിയ ബൾക്ക് മാനുഫാക്ചറിങ് ആണെങ്കിൽ അത് ലോഡാണ് വരിക. ഒരു പ്രൊഡക്റ്റ് ലോഡ് വരേണ്ടത്, ആ ലോഡ് ചെക്ക് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അതിനുള്ളിലുള്ള എന്തെങ്കിലും അതുപോലെയുള്ള കൃത്രിമങ്ങൾ നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ അവിടെ വന്നാൽ ആ കെട്ട് കഴിച്ച് നോക്കി ക്ലിയർ ആക്കിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷനിലേക്ക് എടുക്കുള്ളൂ. ഒരു വലിയ സാഹസികത തന്നെയാണിത്. ഭയങ്കര ചെറിയ ഉദ്യമല്ല, ചെറിയ സേവനല്ല. ഇത് നമുക്ക് പറയാവുന്ന ഒരു ദൈവികമായ ഒരു എന്താ പറയാ, ഒരു വേർഷിപ്പ്, ഒരു ആരാധന അനുഷ്ഠാനമൊക്കെ ചെയ്യുന്ന പോലെ പവിത്രമായിട്ട് ചെയ്ത് തീർത്തിട്ട് അതിനൊരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് കിട്ടാറില്ല. ഇത്രയും ക്രൈസിസും ഇത്രയും ബുദ്ധിമുട്ട് വന്നിട്ടു അതിനോട് മടുപ്പ് വരുന്നില്ല എന്നുള്ളത് അതാണ്. കുടുംബത്തിനും അങ്ങനെ തന്നെയാണ്. കൂട്ടിന് ഒരുമിച്ച് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിങ്ങൾ കൂട്ടാളികളോ കുറച്ച് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉണ്ടാവുമല്ലോ, എല്ലാവരും അതിനോട് ഭയങ്കര വലിയ പിന്തുണയാണ്. ബുദ്ധിമുട്ടിയ ആളുകളൊക്കെ ഇത് ഈ സമയത്ത് തന്നെ ഒരുപാട് ആൾക്ക് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ എല്ലാവർക്കും നമുക്ക് മാത്രമല്ല വന്നത്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. പക്ഷെ എല്ലാവരും എന്നോട് ഭയങ്കര നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ്, എല്ലാവരും ഇത് നിലനിൽക്കണം എന്ന് പറയുന്ന ഒരു ആശയത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. തീർച്ചയായിട്ടും അത് ഒരു എന്താ പറയാ, വളരെ വിസ്മയാണ്. എന്നെയും അരണ്യനെ അറിയുന്ന ഇതുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളൊക്കെ അത് ഭയങ്കര സപ്പോർട്ടാണ് എനിക്ക്. ഭയങ്കര സപ്പോർട്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത നിലക്കുള്ള സപ്പോർട്ടുകൾ, ഫൈനാൻഷ്യലി മാത്രമല്ല വളരെ വീണ് പോയ സ്ഥലത്ത് നിന്ന് കൈപിടിച്ച ഒരുപാട് നിങ്ങളൊക്കെ അതിൽ പെട്ട തന്നെയാണ് പലപ്പോഴും. തീർച്ചയായിട്ടും ഞാനത് കാണുകയും അടുത്തറിയുകയും നിങ്ങളെ പലപ്പോഴായി നമ്മൾ ബന്ധം പുതുക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ ഒരുപാട് ആളുകളെ ഞാൻ ബന്ധപ്പെടുമ്പോൾ അരണ്യയും ജാബിർ ആ ഒരു മനുഷ്യനെയും ആളുകൾ അത്രമാത്രം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കൊണ്ടു നടക്കുന്ന ഈ ക്വാളിറ്റിയും അതിസാഹസികതയും എന്തിനു വേണ്ടി എന്ന് ചോദിക്കുമ്പം ഒന്നും ബാക്കിയില്ലല്ലോ പലതും. അപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആളുകൾ ആഗ്രഹിക്കുന്ന പലതും അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ടായിരിക്കുമല്ലോ ഈ ഒരു സാഹസികത. അപ്പോൾ ആ നിലക്ക് ഇത് വളരെ ഒരു വലിയ വിജയമായിട്ട് ആഘോഷിക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ, അടുത്ത തലമുറക്ക് അത് കൈമാറാൻ കഴിയട്ടെ, ഈ നാടിന് ഒരു വലിയ പാരമ്പര്യം അവശേഷിപ്പിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിച്ചും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ചെറിയ എപ്പിസോഡ്, ഈ ദീർഘമേറിയ കഥകൾ ഇനിയുണ്ട് പറയാം, നമുക്ക് കേൾപ്പിക്കാം, കേൾക്കാം. താങ്ക് യു.